Dear friends, once again welcome back to ARAJU Info Plus YouTube channel. Today's topic is insider trading. What is insider trading? Is it legal or illegal? Trading based on corporate information that is not disclosed to the public. ചില സ്വകാര്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. കമ്പനിയെക്കുറിച്ചുള്ള അത്തരം പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ്, നോൺ ഡിസ്ക്ലോസ്ഡ് മെറ്റീരിയൽ ഇൻഫർമേഷൻസ്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിനുള്ളിലുള്ള ആളുകൾ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് based on unpublished price sensitive information by a person connected with the company. സ്ഥാപനത്തിനകത്ത് പ്രവർത്തിക്കുന്ന, ജനറലി അങ്ങനെയാണ് പറയുക, സ്ഥാപനത്തിനകത്തുള്ള ഇൻസൈഡർ. എന്നാൽ ഇൻസൈഡർ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻസൈഡർ എന്നതിൻ്റെ ഡെഫിനിഷൻ വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു. ജനറലി ഇൻസൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൂ ഹോൾഡ്സ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് കമ്പനീസ് ഇക്വിറ്റി ഓർ ആക്സസ് ടു മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ. ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. കമ്പനിയുടെ 10% ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾ ഏറ്റവും ചുരുങ്ങിയത് 10% ഇക്വിറ്റി ഹോൾഡ് ചെയ്തിരിക്കണം. അതേപോലെ മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പ്രൈം എംപ്ലോയി, സ്ഥാപനത്തിൻ്റെ ഉയർന്ന തലങ്ങളിലിരിക്കുന്ന തൊഴിലാളികൾ, ഇത്തരം ആളുകളെയാണ് പൊതുവെ ഇൻസൈഡർ എന്ന് പറയാറുള്ളത്. എന്നാൽ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്, ഇൻസൈഡർ ക്യാൻ ബി എനി വൺ ഹൂ ട്രേഡ്സ് എ കമ്പനി ഷെയർസ് ബേസ്ഡ് ഓൺ നോൺ പബ്ലിക് മെറ്റീരിയൽ ഇൻഫർമേഷൻ. ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, അതേപോലെ മറ്റ് ഓഫീസേഴ്സ്, ഇവരുടെയൊക്കെ ബന്ധുക്കളോ പരിചയക്കാരോ ആരുമാവാം. ഇൻസൈഡർ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻസൈഡർ എന്ന ടേമിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്: മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ ലഭിച്ച ആരും ആവാം. ഇറ്റ് ഈസ് ദ ബൈയിങ് ഓർ സെല്ലിംഗ് എ സെക്യൂരിറ്റി ഇൻ ബ്രീച്ച് ഓഫ് എ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി ഓർ അതർ റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് വൈൽ ഇൻ പൊസഷൻ ഓഫ് മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ അബൌട്ട് ദ സെക്യൂരിറ്റി. വാട്ട് ഈസ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി? നിയമത്തിൽ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. നിയമം ചില ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്. ചില ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ വളരെ കോൺഫിഡൻ്റാണ്. അവർ ചില കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുന്നു. അവിടെ ബന്ധങ്ങളെക്കുറിച്ച് ആർക്കും പരാതിയോ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണമോ ആവശ്യമില്ല. അത്തരം ബന്ധങ്ങളാണ്, വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ബന്ധങ്ങൾക്കാണ് ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത്. ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി മറികടന്നുകൊണ്ട്, ലംഘിച്ചുകൊണ്ട്, അതേപോലെയുള്ള റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് മറികടന്നുകൊണ്ട്, മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ കയ്യിൽ വെച്ചുകൊണ്ട് കമ്പനിയുടെ ഷെയറുകളും കമ്പനിയുടെ സെക്യൂരിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇൻസൈഡർ ട്രേഡിംഗ്. Insider trading occurs when corporate insiders, including employees, directors, or other related officers, buy or sell stocks in their own company. ഇൻസൈഡർ ട്രേഡിംഗ് സംഭവിക്കുന്നത് കമ്പനിക്കകത്തുള്ള ആളുകൾ, എംപ്ലോയീസ്, ഡയറക്ടേഴ്സ് ഓർ അതർ റിലേറ്റഡ് ഓഫീസേഴ്സ്, ഇവർ കമ്പനിയുടെ സെയിം കമ്പനി, അവർ ജോലി ചെയ്യുന്ന അതേ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു. അപ്പോഴാണ് ഇൻസൈഡർ ട്രേഡിംഗ് സംഭവിക്കുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് മേ ബി ലീഗൽ ഓർ ഇല്ലീഗൽ, രണ്ടുമാവാം. ഇൻസൈഡർ ട്രേഡിംഗ് ലീഗലാവുന്ന സിറ്റുവേഷനുണ്ട്, അതേപോലെ ഇല്ലീഗലാവുന്ന സിറ്റുവേഷനുണ്ട്. ജനറലി ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ഇല്ലീഗൽ, എന്നാൽ ലീഗലാവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഇറ്റ് ഈസ് ലീഗൽ, ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ലീഗൽ വെൻ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ടു റെഗുലേറ്ററി അതോറിറ്റി, സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ, ഇന്ത്യയിലാണെങ്കിൽ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ റെഗുലേറ്ററി അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് ലീഗൽ. ഇൻസൈഡർ ട്രേഡിംഗ് ലീഗലാണ്. കമ്പനിയിലെ ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, അതേപോലെ മറ്റ് ഓഫീസേഴ്സിന് സെയിം കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ടു ദ റെഗുലേറ്ററി അതോറിറ്റി. ഇഫ് ദേ പൊസസ് നോൺ പബ്ലിക് മെറ്റീരിയൽ ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ഇല്ലീഗൽ. എന്നാൽ ഇൻസൈഡർ ട്രേഡിങ്ങിൽ ഏർപ്പെടുന്ന പാർട്ടി അവർ നോൺ പബ്ലിക് മെറ്റീരിയൽ ഇൻഫർമേഷൻസ് കയ്യിൽ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡീലിങ് ഇല്ലീഗലായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ എന്താണ് നോൺ പബ്ലിക് മെറ്റീരിയൽ ഇൻഫർമേഷൻ? ഡാറ്റ റിലേറ്റിംഗ് ടു എ കമ്പനി ദാറ്റ് ഹാവ് നോട്ട് ബീൻ മെയ്ഡ് പബ്ലിക് ആൻഡ് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ ഫേംസ് ഷെയർ പ്രൈസ്. കമ്പനിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കമ്പനിക്ക് പുറത്തുള്ള ആളുകൾക്ക് ലഭ്യമായിട്ടില്ല. നോട്ട് യെറ്റ് ടു ബി പബ്ലിഷ്ഡ്. ആ ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അതേപോലെ ആ ഒരു ഇൻഫർമേഷൻ ഫേമിൻ്റെ ഷെയർ പ്രൈസിനെ ബാധിക്കുന്നതാണ്. അത്തരം ഇൻഫർമേഷനെയാണ് മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മെറ്റീരിയൽ മീൻസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ ഫേംസ് ഷെയർ പ്രൈസ്. നോൺ പബ്ലിക് മീൻസ് it has not been published, it has not been made available to general public. What are the various examples of material non-public information? Financial results of company, it will be published at the end of the year. അപ്പോൾ ഇടയിൽ ഫിനാൻഷ്യൽ റിസൾട്ട്സ് വെച്ചുകൊണ്ട് ഇൻസൈഡേഴ്സിന് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമല്ലോ. ആ സമയത്ത് അവർ യൂസ് ചെയ്യുന്നത് സെൻസിറ്റീവ് ഇൻഫർമേഷനായിട്ട് പരിഗണിക്കപ്പെടും. ഇറ്റ് ഈസ് മെറ്റീരിയൽ ആസ് വെൽ ആസ് നോൺ പബ്ലിക് അറ്റ് ദാറ്റ് ടൈം. ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് കമ്പനി, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, കമ്പനിയുടെ തീരുമാനം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ തീരുമാനം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് പബ്ലിക് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, മേജർ എക്സ്പാൻഷൻ പ്ലാൻസ് ഓർ എക്സിക്യൂഷൻ ഓഫ് ന്യൂ പ്രൊജക്ട്സ്, മെർജേഴ്സ് ആൻഡ് ടേക്ക് ഓവേഴ്സ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്, അതേപോലെ മറ്റൊന്നിലേക്ക് ലയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പ്രൈസ് സെൻസിറ്റീവാണ്, മെറ്റീരിയൽ ഇൻഫർമേഷനാണ്. സം എക്സാമ്പിൾസ് ഓഫ് ലീഗൽ ഇൻസൈഡർ ട്രേഡിംഗ്. ചില ഉദാഹരണങ്ങൾ നോക്കാം. എ CEO ഓഫ് എ കമ്പനി ബൈ ഷെയർസ് ഇൻ ദ കമ്പനി ആൻഡ് ദ ട്രേഡ് ഈസ് റിപ്പോർട്ടഡ് ടു സെബി. കമ്പനിയുടെ CEO ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളാണ്, കമ്പനിയുടെ ഓൾമോസ്റ്റ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ലഭ്യമാവുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരാൾ CEO കമ്പനിയിൽ ഷെയർ വാങ്ങുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ടു സെബി. നോ പ്രോബ്ലം. റെഗുലേറ്ററി അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അതേപോലെ എൻ എംപ്ലോയി ഓഫ് എ കമ്പനി എക്സസൈസ് ഹിസ് സ്റ്റോക്ക് ഓപ്ഷൻ ആസ് എ പാർട്ട് ഓഫ് കോമ്പൻസേഷൻ. അതും പ്രശ്നമില്ല. സ്ഥാപനത്തിലൊരു തൊഴിലാളികൾക്ക് സ്ഥാപനത്തിൽ ഷെയർ എടുക്കാനുള്ള അവസരമുണ്ട്. കീ എംപ്ലോയീസ്, സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട തൊഴിലാളികൾക്ക് നിശ്ചിത കാലാവധിക്ക് ശേഷം ഷെയർ കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. അത്തരം ഓപ്ഷൻസ്, സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എംപ്ലോയീസിന് ഉപയോഗപ്പെടുത്താം. അതും ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പരിധിയിൽ വരുന്നില്ല. ബോർഡ് മെമ്പർ കമ്പനിയിൽ ഷെയർ വാങ്ങുന്നു. ദെൻ സൂൺ ആഫ്റ്റർ ദിസ് ഈസ് റിപ്പോർട്ടഡ് ടു ദ സെബി. ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ലീഗൽ ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പെനാൽറ്റി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. സെബി മേ ഇമ്പോസ് എ പെനാൽറ്റി ഓഫ് നോട്ട് മോർ ദാൻ 25 crore or 3 times of the amount of profit made out of insider trading, whichever is higher. That is the rule regarding the penalty. 25 crore 25 കോടി or 3 times the amount of profit made out of insider trading. ഇൻസൈഡർ ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ 3 ഇരട്ടി, 3 times, whichever is higher, ഏതാണോ കൂടുതൽ അതാണ് പെനാൽറ്റി എമൗണ്ട്. ആൻഡ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 10 years. ഇംപ്രിസൺമെൻറ്റ് അപ് ടു 10 years, 10 വർഷം
വരെ തടവും ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യമാണ് ഇൻസൈഡർ ട്രേഡിംഗ്. വാട്ട് ആർ ദ വേരിയസ് വേയ്സ് ടു പ്രിവെൻറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്? ഇൻസൈഡർ ട്രേഡിംഗ് തടയാൻ കമ്പനികൾ സ്വീകരിക്കാറുള്ള മാർഗങ്ങളാണ്: ഫസ്റ്റ് ഓഫ് ഓൾ, കംപ്ലയൻസ് ഓഫീസർ. അപ്പോയിൻറ്റിങ് എ കംപ്ലയൻസ് ഓഫീസർ. He is a senior level employee. His duty is to reporting, to preserve price sensitive information and clarify regarding insider trading regulations and code of conduct. ഇൻസൈഡർ ട്രേഡിങ്ങിനെ പരമാവധി തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു കംപ്ലയൻസ് ഓഫീസറെ നിയമിക്കുക. സ്ഥാപനത്തിലെ ഒരു സീനിയർ ലെവൽ എംപ്ലോയി ആയിരിക്കും കംപ്ലയൻസ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ പ്രധാന ഡ്യൂട്ടി പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ തൊഴിലാളികൾക്കും ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ്, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി കൊടുക്കുക. ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട്. നെക്സ്റ്റ് വേ ഈസ് ട്രേഡിംഗ് വിൻഡോ. ഇറ്റ് ഈസ് ദ ട്രേഡിംഗ് പീരീഡ്. വെൻ ട്രേഡിംഗ് വിൻഡോ ഈസ് ക്ലോസ്ഡ്, employees or directors shall not deal with company securities except the exercise of employee stock option plan. നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന് എംപ്ലോയീസിന് എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാം. അവിടെ ട്രേഡിംഗ് വിൻഡോ ക്ലോസ് ആയി ഇല്ല എന്നുള്ള ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ല. അതായത് ട്രേഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിനകത്തുള്ള ആളുകൾക്ക് എല്ലാ സമയവും സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും അനുമതിയില്ല. ട്രേഡിംഗ് വിൻഡോ ഈസ് ക്ലോസ്ഡ് ഫോർ 24 hours വെൻ കൺസിഡറിങ് ഐറ്റംസ് വിച്ച് ആർ ഡീംഡ് ടു ബി പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. സ്ഥാപനത്തിൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില ട്രാൻസാക്ഷൻസുകൾ നടക്കുന്ന സമയത്ത്, നേരത്തെ പറഞ്ഞതുപോലെ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, പബ്ലിക് ഇഷ്യൂ, മെർജർ ആൻഡ് ടേക്ക് ഓവർ, ഇത്തരത്തിലുള്ള നോൺ ഡിസ്ക്ലോസ്ഡ് മെറ്റീരിയൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഫോർ എ 24 hours എംപ്ലോയീസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ട്രേഡിംഗ് വിൻഡോ. ഇറ്റ് ഈസ് ദ ട്രേഡിംഗ് പീരീഡ്. When trading window is closed, employees or directors shall not deal with company securities except the exercise of employee stock option plan. അതെപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാം. അത് എംപ്ലോയീസിൻ്റെ റൈറ്റ് ആണ്. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ട്രേഡിംഗ് വിൻഡോ ഈസ് ക്ലോസ്ഡ് ഫോർ 24 hours വെൻ കൺസിഡറിങ് ഐറ്റംസ് വിച്ച് ആർ ഡീംഡ് ടു ബി പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ആ സമയത്തേക്കാണ് ട്രാൻസാക്ഷൻസ് ക്ലോസ് ചെയ്യുന്നത്. പ്രീ ക്ലിയറൻസ് ഓഫ് ട്രേഡ്. നെക്സ്റ്റ് വൺ മോർ വേ ടു പ്രിവെൻറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. Pre-clearance of trade. It is the prior permission to deal with securities by following pre-clearance procedure. That is, by making an application to compliance officer intimating the intention to deal with securities and executing an undertaking that the applicant does not have access to price sensitive information till signing the undertaking. And also, transaction shall be undertaken within 1 week. ഒരു പ്രീ ക്ലിയറൻസ് നടത്തി കഴിഞ്ഞാൽ ഇൻസൈഡർ ട്രേഡിംഗ് ലീഗലാക്കി മാറ്റാൻ സാധിക്കും. ദാറ്റ് ഈസ്, കംപ്ലയൻസ് ഓഫീസർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ഈ ആപ്ലിക്കൻ്റ് ഡസ് നോട്ട് ഹാവ് ആക്സസ് ടു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ടിൽ സൈനിങ് ദ അണ്ടർടേക്കിംഗ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം വരെ താൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയം വരെ, ആ ഒരു ആപ്ലിക്കേഷനിൽ സിഗ്നേച്ചർ വെക്കുന്ന സമയം വരെ ഐ ഹാവ് നോ ആക്സസ് ടു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിക്ലറേഷൻ കൊടുക്കുന്നത്. അതേപോലെ ട്രാൻസാക്ഷൻ ഷാൽ ബി അണ്ടർടേക്കൺ വിത്തിൻ 1 week എന്നുകൂടെ അവിടെ ഡിക്ലറേഷൻ നടത്തുന്നുണ്ട്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണം. അങ്ങനെ ഇൻസൈഡർ ട്രേഡിങ്ങിനെ നിയമവിധേയമാക്കിയെടുക്കാൻ പറ്റും. കുറ്റകൃത്യം തടയാനും സാധിക്കും.
A need to know basis. Another way to prevent insider trading is need to know basis. Unpublished price sensitive information should be disclosed only to those within the company who need the information to discharge their duties. പരമാവധി ഇത്തരം കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ്, പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്, നോൺ ഡിസ്ക്ലോസ്ഡ് മെറ്റീരിയൽ ഇൻഫർമേഷൻസ് സേഫാക്കി വെക്കുക. ഇത്തരം വിവരങ്ങൾ ആർക്ക് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാൻ പാടുള്ളൂ? ഈ വിവരങ്ങൾ ജോലി നിർവഹണത്തിന് അത്യാവശ്യമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളികളെ ഇത്തരം പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അറിയിക്കാൻ പാടുള്ളൂ എന്നുള്ളതും ഇൻസൈഡർ ട്രേഡിംഗ് തടയാനുള്ള ഒരു മാർഗമാണ്. നീഡ് ടു നോ ബേസിസ്. ദെൻ റെസ്ട്രിക്റ്റഡ് ഓർ ഗ്രേ ലിസ്റ്റ്. വൺ മോർ way to prevent insider trading is restricted or grey list. Grey list is a list of transaction maintained by compliance officer which is highly confidential in nature. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകും, പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. അത്തരം ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്ന ലിസ്റ്റിനെയാണ് റെസ്ട്രിക്റ്റഡ് ഓർ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് കണ്ടെയ്ൻസ് ട്രേഡിംഗ് ഇൻ ക്ലയൻറ്റ് സെക്യൂരിറ്റീസ് ബൈ ഇൻ്റർമീഡിയറീസ്, സെക്യൂരിറ്റീസ് ഡെൽറ്റ് ഓൺ ബിഹാഫ് ഓഫ് ക്ലയൻസ്, സെക്യൂരിറ്റീസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്, പ്രൊജക്റ്റ് അപ്രൈസൽ റിപ്പോർട്ട്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്. ഇങ്ങനെ കോൺഫിഡൻഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് ഗ്രേ ലിസ്റ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ കംപ്ലയൻസ് ഓഫീസർ. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കംപ്ലയൻസ് ഓഫീസർ. സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രൊജക്റ്റ് അപ്രൈസൽ റിപ്പോർട്ട്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്. ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസി നടത്തിയ ക്രെഡിറ്റ് റേറ്റിംഗ് റിപ്പോർട്ട്സ്, അത് പ്രകാരമുള്ള കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ്. Securities, trading in securities by intermediaries, securities dealt on behalf of clients, securities of listed companies, project appraisal reports, credit rating of listed companies. These are the some examples of items shown in grey list. ഇത്തരത്തിലുള്ള ഹൈലി കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നതും കമ്പനികളിൽ പതിവുണ്ട്. ഇതൊക്കെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് തടയാനുള്ള മാർഗങ്ങൾ. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പ് നമ്പറിലോ കമൻറ്റുകളായോ അറിയിക്കാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.